ഇനിയിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എയിംസ് വരും, അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈ കടത്തുന്നില്ല സാർ. ഇത് ഗാലറിക്ക് വേണ്ടിയുള്ള കളിയാണ് സാർ. എന്താണ് അവരൊക്കെ വോട്ട് ചെയ്ത് ഇങ്ങോട്ട് പറഞ്ഞുവിട്ട ആളുകൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതെല്ലാം കണ്ടും കേട്ട് നിശബ്ദരായി കൈയും കെട്ടി നിൽക്കാനല്ലേ അവർക്ക് സാധിക്കൂ. കാരണം തൃശ്ശൂരാണെങ്കിലും എം പി പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി എന്നാണ്. ഈ വക കലാപരിപാടികൾക്കൊന്നും പിടിതരുന്ന ആളല്ല, അറിയാലോ സ്വഭാവം. അതെ, അതുകൊണ്ടല്ലേ ഡി കെ പിടിച്ചത്. ഡി കെ ഒന്ന് ഫോഴ്സ് ചെയ്താൽ സാർ അഗ്രി ചെയ്യും. നമ്മുടെ തെങ്കാശിയിലായാലും മതി എന്നായി അവസാനം. തെങ്കാശിയിലേക്ക് പോയി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ, വലിയ ആവശ്യമില്ല. ഇന്ത്യയിലല്ല, തൃശ്ശൂർ എന്നാ പറഞ്ഞത്. കേരളത്തിൽ ഒളിമ്പിക്സ് വരുന്നുണ്ടെന്നാ പറയുന്നത്. ഒളിമ്പിക്സേ ഏഷ്യാഡൊന്നും അല്ല, ഇവിടെ നിന്നൊക്കെ അങ്ങ് പോയി. അപ്പൊ എല്ലാരും ഒരു ടീമാണ്. എനിക്ക് നേരത്തെ തന്നെ തോന്നിയതാ നീ ഒരു റോമിംഗ് ഉള്ള ചെറ്റയാണെന്ന്. ഞാനും ഒരു പരമചെറ്റയായിരുന്നുണ്ട്, അന്നതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അതതിന്റെ മാക്സിമത്തിൽ നീ എനിക്ക് തന്നു. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. ആദ്യം നീ എന്നാ നോക്ക്, എന്നിട്ട് സ്വയം നന്നാക്കിയാ മതി. എങ്ങനെ എയിംസ് കേരളത്തിൽ വരുമെന്ന് പറയുമ്പോഴേ അങ്കലാപ്പിൽ പൂണ്ട് പുച്ഛം അവതരിപ്പിക്കും. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. അത് അവരുടെ എന്താണ് DNA. അതങ്ങനെ അവര് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. ഞാൻ താങ്കളോട് പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ ഇത് ഇന്ത്യ മഹാരാജ്യമായതുകൊണ്ടും താങ്കളുടെ ഭീഷണി ഈ മാമച്ചനോട് വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.